കോൺഗ്രസിനുള്ളിൽ വീണ്ടും തമ്മിലടി രൂക്ഷമാവുകയാണ്. മുൻ KPCC പ്രസിഡന്റ് സുധാകരനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും തമ്മിലാണ് ഇപ്പോൾ രൂക്ഷമായ പോര് തുടങ്ങിയിരിക്കുന്നത്. മുൻ KPCC പ്രസിഡന്റ് സുധാകരൻ പറയുന്നതിൽ ചില വാസ്തവമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഓണസദ്യയുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ് കോൺഗ്രസിൽ കൊഴുക്കുന്നത്. മുഖ്യമന്ത്രി ക്ഷണിച്ച ഓണസദ്യയിൽ VD സതീശൻ പോയിരുന്നു. ആ സന്ദർഭം നാം പരിശോധിക്കണം. കാരണം തൃശ്ശൂരിലെ ഒരു പ്രാദേശിക നേതാവിനെ ദയനീയമായി ക്രൂരമായി പോലീസ് തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിന്റെ ആ ഓണസദ്യയിലെത്തി നല്ല രീതിയിൽ പിണറായി വിജയനോടൊപ്പം ഇരുന്ന് ഫുഡ് അടിക്കുന്നത്. നല്ല ഓണസദ്യ അദ്ദേഹം മൃഷ്ടാംഗം കഴിക്കുകയാണ്. നാം പരിശോധിക്കണം. അപ്പോൾ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങളെ പോലീസ് തല്ലും, അതോടൊപ്പം തന്നെ നിങ്ങൾ അടിവാങ്ങിക്കൊള്ളൂ, രക്ഷാപ്രവർത്തനങ്ങൾ DYFIക്കാർ നടത്തും. പക്ഷെ ഞാൻ ഇത്തരം ഓണസദ്യയുമെല്ലാം ഉണ്ട്, ഈ പിണറായി സർക്കാരുമായി മണിയടിച്ച് മുന്നോട്ട് പോകാമെന്നാണോ ഈ VD സതീശന്റെ ചിന്ത? അതിനെതിരെയാണ് നിലവിൽ സുധാകരൻ രംഗത്തെത്തിയിരിക്കുന്നത്. സുധാകരൻ വ്യക്തമായി തന്നെ പറയുകയാണ്, ഞാനായിരുന്നു ആ പദവിയിലെങ്കിൽ ഞാൻ ആ ഓണസദ്യയിൽ പങ്കെടുക്കില്ല. കാരണം ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ക്രൂരമായി പിണറായിയുടെ പോലീസുകാർ മർദ്ദിച്ച ഘട്ടത്തിൽ എങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിന് അല്ലെങ്കിൽ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകന്, സാധാരണ പ്രവർത്തകന് ഈ പിണറായിയോടൊപ്പം ഇരുന്ന് പായസം കൂട്ടി ഫുഡ് അടിക്കാൻ കഴിയും, ഓണസദ്യ അടിച്ചു വിഴുങ്ങാൻ കഴിയും? അതെന്തായാലും സുധാകരൻ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിലവിലെ ഇതാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രശ്നം. ഒരു പ്രശ്നം വരുമ്പോൾ ഒറ്റക്കെട്ടായി നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് അവരില്ല. എല്ലാ കാലത്തും ഈ തമ്മിലടിയും അതോടൊപ്പം തന്നെ സ്വയം താല്പര്യങ്ങളാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സ്വയം താല്പര്യം തന്നെയായിരുന്നു VD സതീശന്റെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട്, ഓണസദ്യയുമായി ബന്ധപ്പെട്ട് കണ്ടത്. ഈ ഓണസദ്യയോടൊപ്പം അയ്യപ്പ സംഗമം ഉണ്ടായല്ലോ. അയ്യപ്പ സംഗമത്തിൽ VD സതീശന് പങ്കെടുക്കാൻ വലിയ ബുദ്ധിമുട്ട്. അത് വെള്ളാപ്പള്ളി നടേശൻ പറയും പോലെ അങ്ങനെ അദ്ദേഹത്തിന് പങ്കെടുക്കണമെങ്കിൽ ഈ മുസ്ലിം ലീഗിന്റെ അനുവാദം വേണം, കേരള കോൺഗ്രസിന് അനുവാദം വേണം. ആ രണ്ടുപേരുടെ തിട്ടൂരം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വലിയ ബുദ്ധിമുട്ട്. അത് പിണറായി സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ അദ്ദേഹം വലിയ ശ്രമം നടത്തുന്നു. പക്ഷെ ഓണസദ്യക്ക് ഈ പ്രതിസന്ധിയില്ല. ഓണസദ്യ കഴിക്കാൻ പോകുമ്പോഴായിരിക്കും ഈ DYFIക്കാരെയും അതോടൊപ്പം തന്നെ പോലീസിന്റെ അടികൊണ്ട് പിരുന്ന് ഈ കോൺഗ്രസ് പ്രവർത്തകർ ഏതെങ്കിലും ആശുപത്രിയിൽ കിടക്കുന്നത്. ഈ പ്രശ്നത്തിലേക്ക് തന്നെ വരാം. തൃശ്ശൂരിൽ ആ പ്രാദേശിക നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചു. എന്നിട്ട് ഈ VD സതീശൻ എവിടെയായിരുന്നു? ഇപ്പോൾ അദ്ദേഹം അവിടെ ഓടി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആശ്വാസ വാക്കുകളുമായി അദ്ദേഹം ഇതിനെ ഒരു മാധ്യമങ്ങളോട് പരാമർശം നടത്തിയിട്ടുണ്ടോ? അല്ലെ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ടോ? നിയമസഭയിലെങ്കിലും ഉന്നയിക്കാമായിരുന്നല്ലോ. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, പോലീസ് ഞങ്ങളുടെ പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ചു, അതിനെതിരെ ഒരു പ്രസ്താവനയെങ്കിലും അദ്ദേഹം നടത്താമായിരുന്നല്ലോ. അത്തരത്തിലൊന്നും നടത്താത്ത അദ്ദേഹം ഇപ്പോഴും നടക്കുകയാണ്. ഓണസദ്യയും ഉണ്ട്, പിണറായിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തുന്നത്. സുധാകരനെ പോലുള്ള നേതാക്കൾ കണ്ണൂരിൽ പാർട്ടിയെ വളർത്തിയത് എങ്ങനെയെന്ന് VD സതീശൻ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് പരവൂരിൽ സുഖകരമായി ജയിക്കാൻ കഴിയും, പല വിട്ടുവീഴ്ചകൾ ചെയ്തും. പ്രത്യേകിച്ച് CPI ആണല്ലോ അവിടെ മത്സരിക്കുന്നത്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വളർന്നത് കൊണ്ടായിരിക്കും ഈ വലിയ പ്രതിസന്ധികൾ അറിയാത്തത്. സുധാകരനെ കുറിച്ച് തന്നെ അദ്ദേഹത്തിന് ഇത് വിമർശിക്കാനുള്ള യോഗ്യതയുണ്ട്. കണ്ണൂരിൽ അദ്ദേഹം ഈ CPM നേതാക്കളുമായി നേരിട്ട് വെല്ലുവിളിച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് CPM നേതാക്കളുമായി ഒരു ബന്ധവും വേണ്ട. അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, CPM നേതാക്കളുടെ രാഷ്ട്രീയക്കാരല്ലോ, ഇപ്പോൾ രാഷ്ട്രീയക്കാരന്റെ മകൾക്കോ മകനോ കല്യാണം വന്നാൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ പങ്കെടുക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. പക്ഷേ കണ്ണൂരിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ അത്തരത്തിൽ ഒരു ചടങ്ങിലും ഈ സുധാകരൻ പങ്കെടുക്കില്ല. കാരണം അദ്ദേഹം പറയുകയാണ്, തന്നോടൊപ്പം നിന്ന പ്രവർത്തകരെ, സാധാരണക്കാരായ പ്രവർത്തകരെ, തന്റെ അണികളെ കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് CPM. അപ്പോൾ അവരുമായി ഒത്തുതീർപ്പിലെത്താനോ അവരോടൊപ്പം ചങ്ങാത്തം കൂടാനോ തനിക്ക് കഴിയില്ലെന്ന് സുധാകരൻ എല്ലാ കാലത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തുറന്നു പറഞ്ഞൊരു നേതാവാണ് സുധാകരൻ. അദ്ദേഹത്തെ പൂർണ്ണമായി തന്നെ ഈ VD സതീശൻ ഒതുക്കിയില്ലേ? ഇപ്പോൾ VD സതീശൻ ആയിരുന്നു. അന്ന് VD സതീശനും സുധാകരനും എന്ന രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരുന്നു, രണ്ട് മുഖങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റ മുഖമേ ഉള്ളൂ.
അദ്ദേഹത്തെ പൂർണ്ണമായി തന്നെ ഒതുക്കി. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ മുൻപ് മാറ്റാത്ത എന്താ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മിന്നും വിജയം കൊണ്ടുവന്ന സുധാകരനെ അതിനു മുൻപ് പുറത്താക്കണമായിരുന്നു. അദ്ദേഹം പണിയെടുത്ത് വിജയിപ്പിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം, അദ്ദേഹത്തിന് ഓർമ്മക്കുറവ്, സഞ്ചരിക്കാൻ ബുദ്ധിമുട്ട്, എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ അങ്ങ് ചവിട്ടി പുറത്താക്കുകയാണ്. ഇപ്പോൾ സണ്ണി ജോസഫ് എന്ന പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവന്നു. ആ പ്രസിഡന്റ് കേരളത്തിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള പല വിവാദങ്ങളുണ്ടായി. അങ്ങനെ ഒരു നേതാവ് ഉണ്ടോ? അദ്ദേഹം കണ്ണൂർക്കാരൻ എന്ന് പറയുന്നു, MLA എന്ന് പറയുന്നു, പക്ഷെ ആളെ മാത്രം കാണാനില്ല. എല്ലാത്തിനും ഇപ്പോൾ ഒറ്റ മുഖം മാത്രം. അത് വി ഡി സതീശന്റെ ലക്ഷ്യം വ്യക്തമാണ്. എങ്ങനെയെങ്കിലും അടുത്തൊരു മന്ത്രിസഭ വരികയാണെങ്കിൽ തന്നെ പിന്തുണയ്ക്കുന്നവരും അതോടൊപ്പം കൂടെ നിൽക്കുന്നവരെയും ചേർത്ത് നിർത്തി ഒരു മുഖ്യമന്ത്രി കസേര അങ്ങനെ അദ്ദേഹം സ്വപ്നം കാണുകയാണ്. അതുകൊണ്ടാണല്ലോ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിന് ഇത്രയും കേസുകൾ ഉണ്ടായിട്ടും ഇപ്പോൾ 8ലധികം പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അശ്ലീല പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ഇത്തരം ലൈംഗിക പ്രശ്നങ്ങൾ നിരന്തരം വാർത്തകളിൽ വന്നപ്പോഴും കോൺഗ്രസ് ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ പ്രതിരോധിക്കുകയാണ്. അതിന് പിന്നിലാരാണ്? ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ വി ഡി സതീശനുമാണ്. സുധാകരനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ ഇദ്ദേഹത്തിനെതിരെ കർശനമായ നടപടി വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഇദ്ദേഹത്തിന് ഇത്രയും, കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നിരന്തരം ആവശ്യപ്പെടുമ്പോഴും അദ്ദേഹത്തിന് ഇത്രയും വലിയ പിന്തുണ എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് ഈ വി ഡി സതീശന്റെ ഇടവും വലവും നിൽക്കുന്ന രണ്ട് നേതാക്കൾ, ഒന്ന് രാഹുൽ മാങ്കൂട്ടവും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും, അവർ എന്ത് പ്രശ്നം നടത്തിയാലും ഇദ്ദേഹം സംരക്ഷിക്കുകയാണ്. അങ്ങനെ ഈ സ്വന്തം നേതാക്കളെ തന്റെ പെട്ടി പിടിക്കുന്ന തന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് അനുകൂലമായി സംസാരിക്കുന്നവരെ ഉയർത്തുകയും സാധാരണക്കാരായ പ്രവർത്തകരെ കൊല്ലട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതാണല്ലോ ഈ വലിയ പ്രതിസന്ധി സമയത്ത് പോലും ഓണസദ്യക്ക് മുന്നിൽ പോയിരിക്കുന്നത്. സാമ്പാറും കൂട്ടി പായസവും കൂട്ടി അദ്ദേഹം കഴിക്കുന്നത്. സാധാരണ പ്രവർത്തകരില്ലാത്തതാണ് കോൺഗ്രസിന് ഇപ്പോൾ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. പണ്ട് കാലത്തെല്ലാം നമുക്ക് പരിശോധിച്ചാൽ അറിയാം. 2000 അതോടൊപ്പം തന്നെ 80 മുതൽ പിന്നീട് ഉണ്ടായ വർഷങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കരുണാകരൻ അടക്കമുള്ള, ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ എന്നും പ്രവർത്തകരുടെ ഇടയിലായിരുന്നു. ആ പ്രവർത്തകരുടെ ഇടയിലുള്ള നേതാക്കൾ ഇല്ലാത്തതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിസന്ധി. കാരണം CPM എന്ന വലിയ കേഡർ പ്രസ്ഥാനത്തെ ഒരു കാലത്തും കോൺഗ്രസിന് പരാജയപ്പെടുത്താൻ കഴിയില്ല. പിന്നെ എങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് ചോദിക്കുമ്പോഴാണ് ജനകീയ മുഖമുള്ള നേതാക്കൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി അവരുടെ വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രമേ വിജയം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ഒരു നേതാവ് നിലവിലില്ല. വി ഡി സതീശനെ പോലെയുള്ള നേതാക്കളല്ലേ ഇപ്പോൾ ഇരിക്കുന്നത്. സുധാകരനെ പോലുള്ള നേതാക്കളും അതോടൊപ്പം തന്നെ പല മുതിർന്ന നേതാക്കളെയും വി ഡി സതീശൻ ഒതുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വി ഡി സതീശന്റെ ഒരു സാമ്രാജ്യമാണ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സാമ്രാജ്യങ്ങൾ നടപ്പിലാക്കുന്നത് അത് കോൺഗ്രസിനാണ് ദോഷം ചെയ്യുക. കോൺഗ്രസ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം അണികളെ പരിഗണിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. അങ്ങനെ തിരിച്ചടി ഉണ്ടായാൽ പിന്നീട് എന്തായാലും വി ഡി സതീശൻ സുഖകരമായി തന്നെ വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഒരുങ്ങുന്നത്. 2024-26 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഇടത്തേക്ക് കടന്നു കയറാൻ ഇപ്പോൾ BJP കാത്തിരിക്കുകയാണ്. അതിനുള്ള നേതാക്കളെ അവർ കോൺഗ്രസിൽ നിന്ന് തന്നെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കും. അത് നാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടല്ലോ. അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലും അടക്കമുള്ള പല കോൺഗ്രസിന്റെ നേതാക്കളും ഇന്നുള്ളത് BJPയുടെ പാളയത്തിലാണ്. അത്തരത്തിൽ ഈ പ്രതിസന്ധിയൊന്നും തിരിച്ചറിയാതെ ഈ പിണറായി വിജയൻ ഒരുക്കിയ സദ്യയിൽ പങ്കെടുത്ത വി ഡി സതീശനെതിരെ സുധാകരൻ മാത്രമല്ല വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കളും പ്രവർത്തകരും രംഗത്ത് വരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.